വെൽക്കം ടു റിയൽ ഹീറോസ്. ഇന്നത്തെ റിയൽ ഹീറോ പ്രോഗ്രാമിൽ ഡോക്ടർ താഹ സുബീർ കള്ളിയത്ത് വളരെ വൈവിധ്യങ്ങളുള്ള വളരെ മനോഹരമായ ഒരു പേഴ്സണാലിറ്റിയുടെ ഉടമയായ ഒരു ഡോക്ടറാണ്. പല പ്രൊഫഷണലുകളും അവരുടെ മേഖലയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതാണ്. എന്നാൽ ഡോക്ടർ താഹ സുബീർ കള്ളിയത്ത് അദ്ദേഹം സ്പോർട്സിൻ്റെ മേഖലയിലും മറ്റ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലും മനുഷ്യനുമായിട്ട് ഇടപെടുന്നതിലും സാമൂഹിക പ്രവർത്തനത്തിലും എല്ലാം അതീവ താല്പര്യമുള്ള ഒരു ബഹുമുഖ വ്യക്തിത്വമാണ്. വളരെ ജനകീയനായൊരു ഡോക്ടർ, എന്നാൽ വളരെ നല്ല നിലയിൽ നടത്തുന്ന കള്ളിയത്ത് ഹോസ്പിറ്റൽ തിരൂര് ഒരു വലിയ ആതുര ആശ്രയ കേന്ദ്രമാണ്. ഒരു ബിസിനസ് മേഖലയിൽ മൈൻഡ് ഈസ് ദ ലിമിറ്റ്. നമ്മളെ ലിമിറ്റ് ചെയ്യുന്നത് നമ്മുടെ മനസ്സാണ്. ഇവിടെ ഡോക്ടർ താഹ സുബീറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ മനസ്സാണ് അദ്ദേഹത്തെ ലിമിറ്റ് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ വളർച്ച ഉണ്ടാക്കുന്നത് മനസ്സാണ്. അദ്ദേഹം തിരൂര് പോലൊരു സ്ഥലത്ത് 5 ബെഡിൽ നിന്ന് 150 ബെഡിലേക്കുള്ള സകല സൗകര്യങ്ങളുള്ള ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് അദ്ദേഹം ഉയർന്നു. ബില്യണിയർ മൈൻഡ് സെറ്റ് പോലുള്ള എൻ്റെ ക്ലാസ് അദ്ദേഹം വരുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം, ഞാൻ പറയുന്ന എല്ലാ പുസ്തകങ്ങളും അദ്ദേഹം വായിച്ചിരിക്കുന്നു. ക്ലാസ്സിന് ശേഷം രാത്രി വളരെ ലേറ്റായതിനു ശേഷം ഹോട്ടലിലെ ഇടവഴിയിൽ മറ്റ് ക്ലാസ്സിൽ പങ്കെടുത്തവരുമായിട്ട് ഇരുന്നുകൊണ്ട് രാത്രി 2 മണി 3 മണി 4 മണി വരെ അദ്ദേഹത്തിൻ്റെ ജ്ഞാനങ്ങൾ, അദ്ദേഹം വായിച്ചിട്ടുള്ള പുസ്തകത്തിൻ്റെ സമ്മറികൾ പങ്കുവെക്കുന്നൊരു അവസരം ഞാൻ കാണുകയുണ്ടായി. ഇത്രയും വായിക്കുന്ന ഒരു മെഡിക്കൽ പ്രൊഫഷണലിനെ, പ്രത്യേകിച്ച് മോട്ടിവേഷണൽ പുസ്തകങ്ങൾ വായിക്കുന്ന ഒരു മെഡിക്കൽ പ്രൊഫഷണൽസിനെ വളരെ റെയറായിട്ട് മാത്രമേ കാണാൻ കഴിയൂ. അദ്ദേഹത്തിൻ്റെ ഇന്നർ പൊട്ടൻഷ്യാലിറ്റി തിരൂരെന്ന സ്ഥലവും ആ ജില്ലയും കേരളവും രാജ്യവും എല്ലാം കടന്ന് അന്താരാഷ്ട്ര തലത്തിലേക്ക് ഒരു ഗ്ലോബൽ മൈൻഡഡ് പേഴ്സണായി മാറിയിരിക്കുന്നു. ഈ ആഴ്ചത്തെ അതിഥിയായി ഡോക്ടർ താഹ സുബീർ കള്ളിയത്ത് വളരെ റോൾ മോഡലായിട്ടുള്ളൊരു അതിഥിയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങളിലേക്ക്, പ്രചോദനങ്ങളിലേക്ക് നമുക്ക് നോക്കാം. ഹായ്, ഞാൻ ഡോക്ടർ താഹ സുബീർ, തിരൂരിലെ കള്ളിയത്ത് ഹോസ്പിറ്റലിലെ മാനേജിംഗ് ഡയറക്ടറാണ്. 1953 ഖാലിദ് ഹാജിയുടെയും മറിയമു ബീവിയുടെയും മകനായിട്ട് തിരൂർ ജനിച്ചു. ആദ്യത്തെ വിദ്യാഭ്യാസമൊക്കെ ഗവൺമെൻറ് സ്കൂളുകളിൽ തന്നെയായിരുന്നു. അത് കഴിഞ്ഞിട്ട് കോഴിക്കോട് ദേവഗിരി സെൻറ്റ് ജോസഫ് കോളേജിൽ 5 വർഷം പഠിച്ചു. അത് കഴിഞ്ഞ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തന്നെ മെഡിസിൻ്റെ വിദ്യാഭ്യാസവും ഞാൻ തുടർന്നു. നേരെ ഇവിടെ വന്ന് 1981 ജൂൺ മാസം 10 എൻ്റെ ക്ലിനിക്ക് ഉദ്ഘാടനം ചെയ്തത് ഞങ്ങളുടെ പ്രൊഫസർ ഡോക്ടർ CBC വാര്യർ. അദ്ദേഹമാണ് അത് ഇനോഗ്രേറ്റ് ചെയ്തത്. ഒരു 5 ബെഡുള്ള ഹോസ്പിറ്റലായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. ഈ നാട്ടിലെ ജനങ്ങൾക്ക് എന്നെ ഇഷ്ടപ്പെടുകയും കൂടുതൽ OP ഉണ്ടാവുകയും ആസ്പത്രി വികസിപ്പിക്കേണ്ട ഒരു ഘട്ടം വരികയും ചെയ്തതോടുകൂടി എൻ്റെ മെഡിക്കൽ PG എടുക്കാനുള്ള ആഗ്രഹം നിർത്തിവെച്ച് ഞാൻ സാധാരണക്കാരൻ്റെ ചികിത്സയ്ക്ക് മുൻതൂക്കം നൽകി ഹോസ്പിറ്റൽ ഡെവലപ്പ് ചെയ്യുകയും ചെയ്തു. ഞാൻ ഡോക്ടർ ആവണം എന്നുള്ളത് ഗ്രാൻഡ് ഫാദറിൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. നമ്മുടെ നാട്ടിലെ ആദ്യത്തെ ഡോക്ടറായിട്ട് നീ വരണം, നമ്മുടെ നാട്ടിലെ സാധാരണക്കാരൻ്റെ ഡോക്ടറായിട്ട് നീ വരണം എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. അദ്ദേഹത്തിൻ്റെ ആഗ്രഹങ്ങൾ ഞാൻ ഇപ്പോഴും നിറവേറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് കള്ളിയത്ത് അബ്ദുൽ ഖാദർ ഹാജി എന്നായിരുന്നു. എൻ്റെ ഫാദർ തന്നെയാണ് എൻ്റെ ആദ്യത്തെ മാതൃക. പുള്ളി എനിക്ക് തന്ന 2 ഉപദേശങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ, 50 ആളെ പരിശോധിച്ച് 100 രൂപ ഉണ്ടാക്കുക, അല്ലാതെ 2 ആളെ പരിശോധിച്ച് 100 രൂപ ഉണ്ടാക്കുന്നതിലും ഞാൻ ഇഷ്ടപ്പെടുന്നത് ഇതാണ്. ആ ഒരു തത്വം
എനിക്ക് പിന്നെ 3 കുട്ടികളുണ്ട്. ആദ്യത്തേത് മോനാണ്. അവനിപ്പം MBBS കഴിഞ്ഞതിന് ശേഷം ഓട്ടോ ട്രീ എന്ന് പറഞ്ഞൊരു ബിസിനസ് എറണാകുളത്ത് ചെയ്യുന്നുണ്ട്. പിന്നെ മോളാണ്. മോള് BDS കഴിഞ്ഞ്. മൂന്നാമത്തവന് ഈ ഫീൽഡിലേക്ക് വരാൻ താല്പര്യമില്ല. അവന് BCom MBA ചാർട്ടേഡ് അക്കൗണ്ടൻസി എന്നുള്ള കോഴ്സിന് ബാംഗ്ലൂർ ക്രൈസ്റ്റ് കോളേജിൽ പഠിക്കുകയാണ്. എൻ്റെ സഹോദരങ്ങൾ അധിക പേരും TMT സ്റ്റീൽ ബിസിനസ്സിലുള്ളവരാണ്. അവരാണ് ഇന്ന് കേരളത്തിലെ സ്റ്റീൽ മാർക്കറ്റ് നിയന്ത്രിക്കുന്നത്. കയർലി TMT, കള്ളിയത്ത് TMT, ഭാരതി TMT, എവറസ്റ്റ് TMT എന്നിവ. അതിൽ ഒരു ബ്രദർ MD സൈക്കാട്രി ഡോക്ടറാണ്. പുള്ളി ഒരു 400 ബെഡ് ഹോസ്പിറ്റൽ ഇവിടെ നടത്തുന്നുണ്ട്. ഇൻ പേഷ്യൻസ് ഓൺലി ഫോർ സൈക്കാട്രി. പിന്നെ ഒരു സിസ്റ്റർ ഡോക്ടറാണ്. അവർ പിന്നെ സൗദിയിൽ ENT സ്പെഷ്യലിസ്റ്റാണ്. ബ്രദറിൽ ഓർത്തോപെഡിഷ്യനാണ്. ഈ ബ്രദർ സൈക്കാട്രിസ്റ്റിൻ്റെ വൈഫും സൈക്കാട്രിസ്റ്റാണ്. അവർ VRC എന്ന് പറഞ്ഞിട്ടൊരു വലിയ സ്ഥാപനം. അവരുടെ ഏകദേശം വിഷൻ ഇത് തന്നെയാണ്. പാരമ്പര്യമായിട്ടുള്ള ബിസിനസ്സല്ല. ഖാലിദ് ഹാജി തുടങ്ങി വെച്ചത് ഹാർഡ്വെയർ ബിസിനസ്സാണ്, സ്റ്റീൽ ബിസിനസ്സാണ്. മറ്റുള്ള അനിയന്മാരിൽ ഭൂരിപക്ഷവും ആ ബിസിനസ് നടത്തുന്നവരാണ്. ഒരു സ്റ്റേജ് എത്തിയപ്പോൾ മുനിസിപ്പാലിറ്റി, ഇലക്ട്രിസിറ്റി, ലേബർ ഓഫീസ്, ഇൻകം ടാക്സ് ഓഫീസ്, വില്ലേജ് ഓഫീസ്, ഇങ്ങനെയുള്ള അതോറിറ്റീസ് നമ്മളെ ബുദ്ധിമുട്ടിച്ചിരുന്നു. അവർ നമ്മുടെ ലക്ഷ്യം ജനനന്മ ഉണ്ടാവേണ്ട ഒരു സ്ഥാപനമാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ അവരെല്ലാവരും നമ്മളെ സഹായിക്കാനും തുടങ്ങി. ആ സ്ഥാപനം ഉയരാനും തുടങ്ങി. ഇത് നിർത്തണോ എന്നുള്ളൊരു ചിന്താഗതി വന്നപ്പോഴും എനിക്ക് തന്ന പ്രചോദനം നെപ്പോളിയൻ ഹില്ലിൻ്റെ വേറൊരു കൊട്ടേഷനായിരുന്നു. ബിഹൈൻഡ് എവരി അഡ്വേഴ്സിറ്റി there will be a seed of prosperity. You must fetch for that. ഷെല്ലേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മഹാൻ പറഞ്ഞത്, ടഫ് ടൈം വിൽ നോട്ട് ലാസ്റ്റ്, ടഫ് പീപ്പിൾ വിൽ ഡു. അതായത് നമ്മൾ പ്രോബ്ലംസിനെ ഫേസ് ചെയ്തിട്ട് അതിൽ വിജയിക്കുക, എന്നിട്ട് നമ്മൾ നെക്സ്റ്റ് ലെവലിലേക്ക് പോവുക. നമ്മളെ പിന്തിരിപ്പിക്കുന്ന പല ഫാക്ടറുണ്ടാവും. ആരോഗ്യം, ഫിയർ ഓഫ് ഡെത്ത്, ഫിയർ ഓഫ് ഒപ്പോസിഷൻ, ഫിയർ ഓഫ് കോമ്പറ്റീഷൻ, ഇങ്ങനെയുള്ള പലതും ഉണ്ടാവും. അതിനെയൊക്കെ നമ്മൾ തരണം ചെയ്യണം. അപ്പോൾ നമ്മൾ ഉയരും ചെയ്യും. നമ്മൾക്ക് അതിൻ്റെ കൂടെ നമ്മൾ ലോകത്തിന് നന്മ ചെയ്യണം എന്നുള്ള അതിയായ ആഗ്രഹമുണ്ടെങ്കിൽ ദൈവവും ജനങ്ങളും നമ്മുടെ സംരംഭത്തെ സംരക്ഷിക്കുകയും അത് വളരാൻ ആഗ്രഹിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ സ്ഥാപനം അതിൻ്റെ ഉന്നതിയിലെത്തും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. 10 വർഷം ഞാൻ ലീവ് എടുക്കാതെ അധ്വാനിച്ചു. ഈ ഹോസ്പിറ്റലിന് വേണ്ടിയിട്ട്, നാട്ടുകാർക്ക് വേണ്ടിയിട്ട്, ഈ പ്രൊഫഷൻ കെട്ടിപ്പടുക്കാൻ വേണ്ടിയിട്ട്. അതിനൊക്കെ ഗുണമുണ്ടായി. അപ്പോൾ 10 വർഷം കഴിഞ്ഞിട്ട് ഞാനൊരു ഹാഫ് ഡേ ലീവ് എടുക്കാൻ ഫാദർ അവിടെ വീട്ടിൽ അവിചാരിതമായിട്ട് വന്നു. അപ്പോൾ എന്താ നീ ഇവിടെ ഇരിക്കുന്നതെന്ന് ചോദിച്ചു. ലീവ് എടുത്താണ്. അത് എന്തിനാണ് നീ ലീവ് എടുക്കുന്നത്? എനിക്ക് പൈസയുടെ കാശിൻ്റെ തിടുക്കില്ല, എന്നിട്ടല്ലേ നീ ലീവ് എടുക്കുന്നത്? അപ്പോൾ എനിക്ക് ഇഷ്ടം പോലെ കാശ് കിട്ടുന്നുണ്ടല്ലോ, പിന്നെ എങ്ങനെ തിടുക്കുണ്ടാവുക? തൂർത്തടിച്ച് കളയണോ? നീ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുക, ഡോക്ടേഴ്സിന് വേണ്ടി ക്വാർട്ടേഴ്സ് ഉണ്ടാക്കുകയും. അന്നേരം ഞാൻ കാശിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കുകയും കൂടുതൽ വിനയം എൻ്റെ മനസ്സിലേക്ക് വരികയും പേഷ്യൻസിനോട് കൂടുതൽ വിനയത്തോട് പെരുമാറുകയും ഒരു പേഷ്യൻ്റ് പോലും മടങ്ങിപ്പോകരുത് എന്നുള്ള ചിന്താഗതിയിൽ വർക്ക് ചെയ്യും. പിന്നീട് എനിക്കത് മനസ്സിലായത് നെപ്പോളിയനിൽ പറഞ്ഞ വാചകം വായിച്ചപ്പോഴാണ്. അതിൽ അദ്ദേഹം പറഞ്ഞത്, ലെൻഡ് യുവർ സർവീസ് മോർ ദാൻ പെയ്ഡ് ഫോർ എന്നാണ്. അതായത് നിങ്ങൾ കൊടുക്കുന്ന സർവീസ് അവർ പേ ചെയ്യുന്നതിനേക്കാളും അധികമായിരിക്കണം. അതുതന്നെയാണ് എൻ്റെ വളർച്ചയ്ക്ക് പിന്നിലുള്ള പ്രചോദനം. എൻ്റെ വിജയത്തിൻ്റെ പിന്നിൽ ഞാൻ തന്നെ മനസ്സിലാക്കിയൊരു കാര്യം, രോഗികളെ പരിശോധിക്കുക, അവരുടെ രോഗം മാറ്റുക എന്നുള്ളത് ഒരു പാഷനാണ്. സച്ചിന് ക്രിക്കറ്റ് എന്ന പോലെ ആ പാഷൻ കൊണ്ടായിരിക്കണം ഞാനിതിൽ ദിവസവും ഏകദേശം 14 മണിക്കൂർ ഇവിടെ ജോലി ചെയ്യുന്നത്. 14ാമത്തെ മണിക്കൂറിൽ ഞാൻ ഒരിക്കലും തളർന്നിട്ടല്ല,
ആസ്പത്രി വിടാറ്. പക്ഷേ രോഗികൾ തീരുമ്പോൾ എഴുന്നേറ്റ് പോകുക അത്രമാത്രം. മിക്ക കേസും മറ്റുള്ളവർ മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യുന്ന കേസുകളാണ് എനിക്ക് ട്രീറ്റ് ചെയ്യാൻ ആഗ്രഹം. ഇതൊരു സ്വന്തം ഡോക്ടർ എന്നുള്ള നിലയ്ക്ക് അവർക്ക് എൻ്റെ ഹോസ്പിറ്റലിൽ തന്നെ ചികിത്സ കിട്ടിയാൽ ആ ആനന്ദം കാണുമ്പോൾ നമുക്കും എത്ര സമയം വേണമെങ്കിലും ഇവരെ ചികിത്സിക്കുന്നതിൽ സന്തോഷമേ ഉണ്ടായിട്ടുള്ളൂ. പിന്നീട് പല രോഗികൾക്കും ഞാനൊന്ന് പരിശോധിച്ചാൽ മതി അവരുടെ രോഗം മാറും എന്നൊരു വിശ്വാസമുണ്ട്. ആ വിശ്വാസം എന്തിനെ നമ്മൾ ഇല്ലാതാക്കണം? ഞാൻ ഹജ്ജിന് പോയപ്പോൾ പറയുന്നുണ്ട്, എൻ്റെ ഉമ്മ മരിച്ചത് നിങ്ങൾ ഹജ്ജിന് പോയതാണ്. അവർ നമ്മളെ ഇഷ്ടപ്പെടുന്നു, അത്രത്തോളം കാലം ഞാനും അവരെ ഇഷ്ടപ്പെടും. എനിക്ക് തോന്നുന്നത് അത് തന്നെ ആയിരിക്കും ചിലപ്പോൾ എൻ്റെ ആരോഗ്യത്തിൻ്റെ രഹസ്യം. കാരണം ഞാനും ആരോഗ്യത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ദിവസവും 3.5 കിലോമീറ്റർ ഓടുന്നുണ്ട്, വയറിൻ്റെ എക്സസൈസ്, യോഗ ഇതെല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കെന്ത് വിഷൻ ഉണ്ടായിട്ടും നമുക്കെന്ത് പാഷൻ ഉണ്ടായിട്ടും നമ്മൾ ആരോഗ്യവാനല്ലെങ്കിൽ എങ്ങനെ നമ്മളത് നിറവേറ്റും? സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറുകിടയുള്ള ഒരു അറ്റൻഡർ വരെ അവർക്ക് എന്നോട് എന്തും തുറന്ന് പറയാനുള്ള അവസരം ഞാൻ കൊടുക്കും. ഇപ്പോൾ നമ്മുടെ ഹോസ്പിറ്റലിൽ ഒപ്താൽമോളജി, ENT, ജനറൽ സർജറി, ഗൈനക്കോളജി, ഓർത്തോപെഡിക്സ് ഇങ്ങനെയുള്ള എല്ലാവിധ സ്പെഷ്യാലിറ്റീസും ഉണ്ട്. ഏകദേശം ഒരു 150 ബെഡ് ഹോസ്പിറ്റലായി മാറിയിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ ഹാർട്സ് മലബാർ കാർഡിയാക് സെന്ററിൻ്റെ ഒരു ഹൃദ്രോഗ വിഭാഗം ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ്. ഒരു അത്യാസന്ന നിലയിൽ കൊണ്ടുവരുന്ന ഈ രോഗിക്ക് ആൻജിയോപ്ലാസ്റ്റി പോലുള്ള ചികിത്സ ആദ്യമായാണ് തിരൂരിൽ ആരംഭിച്ചിരിക്കുന്നത്. കള്ളിയത്ത് ആശുപത്രിയുടെ പ്രധാന ഡോക്ടറായ ഡോക്ടർ സുബൈറും ഞങ്ങളുമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു വിജയകരമായ ബന്ധത്തിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് ഇപ്പോൾ ആശുപത്രിയുടെ പ്രവർത്തനം നടക്കുന്നത്. സുബൈർ സാറിൻ്റെ പൂർണ്ണമായ പിന്തുണയും ഒരു സപ്പോർട്ടും ഇല്ലാതെ നമുക്ക് ഇതുമായിട്ട് മുമ്പോട്ട് പോകാൻ പറ്റില്ല. സാറ് ഞങ്ങളെ അത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ലെവലിലേക്കുള്ള വികസനം എന്നുള്ള നിലയ്ക്ക് ന്യൂറോളജി ICU, ന്യൂറോ സർജറിയും തുടങ്ങാൻ പോകും. അപ്പോൾ ഒരു ടോട്ടൽ ട്രോമ കെയർ തിരൂരിലെ ജനങ്ങൾക്ക് എനിക്ക് ഇവിടെ തന്നെ നൽകാൻ കഴിയും. ഒരു ഹെഡ് ഇഞ്ചറി വന്നാൽ ആ ഹെഡ് ഇഞ്ചറി പേഷ്യൻറ്റിനെ തന്നെ ട്രീറ്റ് ചെയ്യാനും അവർ ജീവൻ രക്ഷിക്കാനും നമുക്ക് സാധിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഞാൻ നെക്സ്റ്റ് ലെവല് ഹോസ്പിറ്റൽ വികസിപ്പിക്കുന്നത്. അതും തിരൂരിൽ ഫസ്റ്റ് ടൈമായിട്ട് തന്നെയാണ്. ഈ നാട്ടിലെ ജനങ്ങൾക്ക് മാസത്തിലൊരിക്കൽ ഓരോ ഗ്രാമത്തിലും സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുമായി പോയി മെഡിക്കൽ ക്യാമ്പ് നടത്തുകയും അവർക്ക് വേണ്ട മരുന്നുകളും ഇഞ്ചക്ഷൻസും ചെക്കപ്പുകളും ലാബറട്ടറി ചെക്കപ്പുകളും നടത്തുവാനും ഞാൻ ആഗ്രഹിക്കുന്നു. ഈ ഹോസ്പിറ്റലിൽ തന്നെ ഒരു ബ്രാഞ്ച് അടുത്ത് തന്നെ കോഴിക്കോട് തുടങ്ങുന്നതാണ്. അവിടെയും ഇതേ വിഷൻ തന്നെയാണ്. സാധാരണക്കാരൻ്റെ ആശുപത്രി, സാധാരണക്കാരന് വേണ്ട കോർപ്പറേറ്റ് ലെവലിലുള്ള ചികിത്സ. അവർക്ക് അവർ പേ ചെയ്താൽ പേ ചെയ്തില്ലെങ്കിലും അവർക്ക് ചികിത്സ നൽകും. അതിനുള്ള ഫണ്ട് ഞാൻ കണ്ടെത്തും. അതെൻ്റെ ഒരു ആഗ്രഹമാണ്. ഡോക്ടർ താഹ സുബൈറിൻ്റെ കഠിനാധ്വാനത്തിൻ്റെ ഫലമായി ഇന്ന് കള്ളിയത്തി ഹോസ്പിറ്റലിൽ കാർഡിയാക്, ഓപ്താൽമോളജി, ENT, ജനറൽ സർജറി, ഗൈനക്കോളജി, ഓർത്തോപീഡിക് തുടങ്ങിയ വിഭാഗങ്ങളും 150-ൽ പരം ബെഡുകളുമുള്ള സാധാരണക്കാരൻ്റെ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായി മാറി. തുടക്കം മുതൽ തന്നെ തൻ്റെ സ്ഥാപനത്തിലെ ഓരോ ജീവനക്കാരെയും തന്നിലൊരുവനായി കണ്ട് സേവനരംഗത്തെ അഭ്യസ്തവിദ്യരായ പ്രഗത്ഭരെ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ആതുര മേഖലയിൽ കള്ളിയത്ത് ഹോസ്പിറ്റലിൻ്റെ സാന്നിധ്യം ഉറപ്പിച്ചു. എൻ്റെ ഗ്രാൻഡ് ഫാദറാണ് എന്നെ ഇൻസ്പിറേറ്റ് ചെയ്ത് ഡോക്ടറാക്കിയത്. പുള്ളിക്ക് ഞാൻ എല്ലാ പേപ്പറും ന്യൂസ് പേപ്പറും 1-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേ വായിച്ചു കൊടുക്കണമായിരുന്നു. അത്ര കണ്ണ് കാണില്ലായിരുന്നു. പുള്ളി ബ്രിട്ടീഷുകാരുടെ ഒരു റോഡ് കോൺട്രാക്ടറായിരുന്നു. അന്ന് തന്നെ എബൌട്ട് 600 സ്റ്റാഫുള്ളൊരു കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ഓണറായിരുന്നു. പക്ഷെ എൻ്റെ ഫാദർ ഡെഡിക്കേറ്റഡ് ആയിരുന്നു ഹാർഡ്വെയർ ബിസിനസ്സിൽ. മറ്റുള്ള സ്ഥലത്ത് കിട്ടുന്നതിനേക്കാളും വില കുറച്ച് ജനങ്ങൾക്ക് കൊടുക്കുക എന്നുള്ളതായിരുന്നു പുള്ളിയുടെ തത്വം. കട പൂട്ടിയിട്ട് വീട്ടിലേക്ക് നടന്നു പോവുക എന്നല്ലാതെ കാറ് മുന്നിൽ പോവും, പക്ഷെ നടന്നു പോവും. ആരോഗ്യത്തിന് വേണ്ടിയിട്ടും ആ നടത്തം ഒരു ശീലമാക്കാനും വേണ്ടിയിട്ടും അധ്വാനിക്കുന്നതുകൊണ്ട്
ഒരിക്കലും നമ്മുടെ ആരോഗ്യത്തിന് കോട്ടം സംഭവിക്കില്ല. നമ്മുടെ ആരോഗ്യം നാൾക്കുനാൾ വർദ്ധിക്കുകയുള്ളൂ. അതുകൊണ്ട് നമുക്ക് ആയുസ് കൂടുകയും നമുക്ക് വർക്കിംഗ് കപ്പാസിറ്റി കൂടുകയും നമ്മുടെ കണ്ണിനും കാതിനും തലച്ചോറിനും ബുദ്ധിശക്തിയും ഉണ്ടാവുകയും ചെയ്യും. രണ്ടാമത്തെ റോൾ മോഡൽ നമ്മുടെ മുൻ രാഷ്ട്രപതി KR നാരായണൻ അവർകളായിരുന്നു. കാരണം അദ്ദേഹം 16 കിലോമീറ്റർ അല്ല 16 നാഴിക നടന്നിട്ടാണ് ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തീകരിച്ചത്. ഇന്ത്യയുടെ ഹൈക്കമ്മീഷണർ വരെയായി. നമ്മളൊരു താഴ്വരയിൽ നിന്ന് ആദ്യത്തെ കുന്ന് കയറുമ്പോൾ ആ കുന്നാണ് വലുത് എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ ആ കുന്ന് കയറുമ്പോഴേ അപ്പുറത്ത് അതിലും വലിയ കുന്നുകളുണ്ടെന്നും അത് കീഴടക്കാനുള്ള ആഗ്രഹങ്ങൾ നമുക്ക് വരികയും ചെയ്യും. അതായത് അതിന് നമ്മൾ ആദ്യത്തെ കുന്നെങ്കിലും കയറണം. അപ്പോഴേ നമ്മൾ നെക്സ്റ്റ് ലെവലുള്ള കുന്നിനെ കാണുള്ളൂ. ഇതിൻ്റെയൊക്കെ പിന്നിൽ നമുക്കൊരു ബേണിംഗ് ഡിസയർ എന്ന് പറഞ്ഞിട്ടൊരു സംഗതിയുണ്ട്. പണ്ട് 2 രാജാക്കന്മാർ യുദ്ധം ചെയ്യാൻ തീരുമാനിച്ചു. ഇംഗ്ലീഷുകാരായ 2 രാജാക്കന്മാർ. ഒരു രാജാവിന് 50,000 സൈന്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മറ്റേ രാജാവിന് 5 ലക്ഷം സൈന്യം ഉണ്ടായിരുന്നു. പക്ഷേ 5 ലക്ഷമുള്ള സൈന്യത്തിനെ നേരിടാൻ 50,000 അക്കങ്ങളുള്ള സൈന്യത്തിനായിട്ടാണ് ഈ രാജാവ് പോയത്. അത്രേ അദ്ദേഹത്തിൻ്റെ കപ്പാസിറ്റി. അങ്ങനെ അദ്ദേഹം കടലിലൂടെ സഞ്ചരിച്ചാലേ അടുത്ത രാജ്യത്തെത്തുള്ളൂ. 50,000 പടയാളികളും കരക്കടുത്തപ്പോൾ അവരോടൊന്ന് തിരിഞ്ഞു നോക്കാൻ പറഞ്ഞു. അപ്പോൾ കണ്ടതെന്താണെന്ന് പറഞ്ഞാൽ അവർ വന്ന പത്തേമാരികളും ഉരുക്കളും ഒക്കെ അപ്പോൾ രാജാവ് ചോദിച്ചു, ഇനി നിങ്ങളുടെ അടുത്ത് 2 ചോയ്സുള്ളൂ. ഒന്നുകിൽ മരിക്കുക അല്ലെങ്കിൽ ജയിക്കുക. അതാണ് KR നാരായണൻ അവരുടെ കാര്യത്തിലുണ്ടായത്. അദ്ദേഹത്തിന് ബേണിംഗ് ഡിസയർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഒന്നൊരു പ്രതിസന്ധി അല്ലായിരുന്നു. കാരണം തന്നെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അത് നേടുമെന്നുള്ള ഞാൻ നേടിയിരിക്കും എന്നുള്ള ആ ഉറച്ച തീരുമാനമുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് എല്ലാവരുടെയും മനസ്സിലും വേണം. ആ മനസ്സിൽ ഉണ്ടായാൽ നിങ്ങളത് നേടും ചെയ്യും. അതിന് പ്രയത്നിക്കുക. ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ട് മാത്രം നമ്മൾ വിജയിക്കണം എന്നില്ല. പക്ഷെ വിജയിക്കണമെന്നുണ്ടെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്തേ പറ്റൂ. എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ ഇൻസ്പിറേഷൻ പുള്ളി മുഹമ്മദ് അലി ക്ലേ, കാഷ്യസ് ക്ലേ ആയിരുന്നു. ബോക്സിംഗ് രംഗത്തെ പാഷനും എന്നെക്കൊണ്ട് പേപ്പറിൽ നിന്നും വായിപ്പിക്കുമായിരുന്നു. അങ്ങനെ വായിപ്പിക്കുമ്പോൾ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഞാൻ അറിഞ്ഞോ അറിയാതെയോ എൻ്റെ മനസ്സിലേക്ക് വന്നു. അങ്ങനെ എല്ലാ ക്ലാസ്സിലും ലീഡർ ആവണം എന്നുള്ളത്. അങ്ങനെ എല്ലാ ക്ലാസ്സിലും 5ാം ക്ലാസ് മുതൽ 10th സ്റ്റാൻഡേർഡ് വരെ ലീഡറായിരുന്നു. 10th സ്കൂൾ സ്പീക്കറായിരുന്നു. ഫസ്റ്റ് PDC ക്ലാസ് റെപ്രസെൻറ്റേറ്റീവ് ആയിരുന്നു. അത് കഴിഞ്ഞ് സെക്കൻഡ് PDC ക്ലാസ് റെപ്രസെൻറ്റേറ്റീവ്, പിന്നെ ജോയിൻറ്റ് സെക്രട്ടറി. പക്ഷേ പിന്നീട് കൂടുതൽ രാഷ്ട്രീയത്തിലേക്ക് പോയാൽ എഡിസിന് കിട്ടില്ല എന്നുള്ളതുകൊണ്ട് വീട്ടുകാർ കൂടുതൽ പോകരുത്, അതുകൊണ്ട് പഠിപ്പിൽ ശ്രദ്ധിക്കണം. അതുകൊണ്ട് പിന്നെ ഞാൻ ഇതിൽ പോയില്ല. പക്ഷേ ഞാൻ സ്പോർട്സ് രംഗത്ത് ഉണ്ടായിരുന്നു. അത് വീട്ടുകാർ പ്രോത്സാഹിപ്പിച്ചിരുന്നു. റെസ്ലിങ്ങിൽ ആൾ കേരളയിൽ ചാമ്പ്യനായിരുന്നു. 2 പ്രാവശ്യം ചാമ്പ്യനായിരുന്നു. കേരള ക്യാപ്റ്റനായിരുന്നു. ഞാൻ പിന്നെ യൂണിവേഴ്സിറ്റിയിൽ 6 പ്രാവശ്യം ചാമ്പ്യനായിരുന്നു. യൂണിവേഴ്സിറ്റി ക്യാപ്റ്റനായിരുന്നു. നാഷണലിൽ 3rd പ്രൈസും കിട്ടിയിട്ടുണ്ട്. ഇന്നേ വരെ നമ്മുടെ കേരളക്കാർക്കാർക്കും റെസ്ലിങ്ങിൽ പിന്നെ 3rd പ്രൈസ് പോലും കിട്ടിയിട്ടില്ല. കാരണം ഹരിയാനക്കാരും മഹാരാഷ്ട്രക്കാരും ഡൽഹിക്കാരും ഉണ്ടാകുമ്പോൾ അവരെ തോൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം. പക്ഷേ ഞാൻ എൻ്റെ പ്രൊഫഷന് പിന്നെ മുൻതൂക്കം കൊടുത്തു. കാരണം റെസ്ലിങ്ങിൽ ഒന്ന് പിന്നോട്ട് വന്ന് പഠിപ്പിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ഫസ്റ്റ് ചാൻസിൽ തന്നെ നല്ല മാർക്കോട് കൂടിയിട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് തന്നെ ഞാൻ MBBS എടുത്തത്. നമ്മുടെ തിരൂരിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റി 2 സ്കൂളുകളാണ്. MES സെൻട്രൽ സ്കൂളും ബെഞ്ച് മാർക്ക് ഇൻ്റർനാഷണൽ സ്കൂളും. അതിൻ്റെ 2ൻ്റെയും ഒന്നിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറിയും ഒന്നിൻ്റെ വൈസ് ചെയർമാനുമാണ്. അതിൻ്റെ ആരംഭദശയിൽ അത് വരാൻ വേണ്ടി ഞങ്ങൾ
വളരെയധികം കഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ നമുക്ക് വളരെയധികം ആഹ്ലാദമുണ്ട് അതിൻ്റെ വളർച്ചയിൽ. എൻ്റെ മാക്സിമം എഫേർട്ട് എടുത്തിട്ടും നമുക്ക് ഉയരാൻ സാധിക്കാത്ത ഒരവസ്ഥ വന്നപ്പോൾ ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് വഴി ലൈഫ് ലൈൻ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞൊരു സ്ഥാപനത്തെ പറ്റി അറിയുകയും അവിടെ അതിൻ്റെ നേതൃത്വം നൽകുന്ന വിജയൻ സാറിനെ പറ്റി കേൾക്കുകയും ചെയ്തു. ലോ ഓഫ് അട്രാക്ഷൻ വഴി എല്ലാ കാര്യങ്ങളും നമ്മുടെ അടുത്തേക്ക്, അതിലേക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മുടെ അടുത്തേക്ക് വരും എന്നുള്ളൊരു തത്വം പഠിപ്പിക്കുകയും ആദ്യമൊക്കെ എനിക്കതിൽ വിശ്വാസം ഉണ്ടായില്ലെങ്കിലും പിന്നീട് കാര്യങ്ങളുടെ മുന്നോട്ടുള്ള പോക്ക് കണ്ടപ്പോൾ അതിൽ കൂടുതൽ വിശ്വസിക്കുകയും സാറിൻ്റെ തത്വം വിജയിക്കുന്നതായി കാണുകയും ചെയ്തു. നിരന്തരം സാറുമായിട്ട് ബന്ധപ്പെടുകയും ഉപദേശങ്ങൾ സ്വീകരിക്കുകയും ചെയ്തു. കോൺഷ്യസ് മൈൻഡിലാണ് ഇപ്പോഴും നമ്മളെല്ലാവരും ഉള്ളത്. സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഇറങ്ങിയിട്ട് അതിലേക്ക് നമ്മുടെ വിഷൻ ബ്ലൂ പ്രിൻ്റ് കൊടുത്താൽ ദൈവം അത് സാധിച്ചു തരും എന്നുള്ളതാണ് അനുഭവങ്ങൾ. പ്രച്ഛന്ന വേഷത്തിലാണ് നമുക്ക് അവസരങ്ങൾ വരും. ആ അവസരങ്ങൾ നമ്മൾ കയറി പിടിക്കണം. അല്ലാതെ പ്രച്ഛന്ന വേഷമായിട്ട് ഒരാൾ വരുമ്പോൾ തന്നെ ആട്ടി പുറത്താക്കാൻ പാടില്ല. ചിലപ്പോൾ ഒരു ചാണകത്തിലായിരിക്കും ഒരു മുത്തിൻ്റെ മണി കിടക്കുന്നത്, ശരിയായൊരു മുത്തിൻ്റെ മണി. അപ്പോൾ അങ്ങനെയുള്ള ഒരു സന്ദർഭം കൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീട് എനിക്ക് കിട്ടിയത്. നമ്മൾ ഉപദ്രവിക്കുന്ന ഒരാൾ വന്ന് എന്നോട് പറഞ്ഞു ഈ വീട് വിൽക്കാൻ വെച്ചു. ഞാൻ അത്ഭുതപ്പെട്ടു. അത് വിൽക്കുകയോ? അതിൻ്റെ ഓണറും എൻ്റെ ബ്രദറും വളരെ ക്ലോസ് ഫ്രണ്ട്സ് പറഞ്ഞ് ഒരു ദിവസം 2 ദിവസം കൊണ്ട് അവർ എനിക്ക് തരുകയും ചെയ്തു. അപ്പോൾ ഇതിലൊരു പാഠം പഠിക്കാനുള്ളത് ഓപ്പർച്യൂണിറ്റീസ് കം ഇൻ ഡിസ്കൈസ്ഡ് ഫോം. കാശുള്ളവനെ മാത്രമാണ് ഞാൻ നോക്കാമെന്നുണ്ടെങ്കിൽ, ഞാൻ പരിശോധിക്കുന്നു എന്നുണ്ടെങ്കിൽ ദൈവം എൻ്റെ അടുത്ത് ഈ പരിശോധിക്കാനുള്ള കഴിവെടുത്ത് കളയും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ കാശ് തരാത്തതിൻ്റെ പേരിൽ ഒരാളെപ്പോലും ഞാൻ മടക്കി അയച്ചിട്ടില്ല. ഇത്രയും 36 വർഷത്തെ പ്രാക്ടീസിൽ ഒരാളെപ്പോലും മടക്കി അയച്ചിട്ടില്ല. ഒരാൾക്ക് പോലും ചികിത്സ നിഷേധിച്ചിട്ടുമില്ല. കാരണം എന്താ പറഞ്ഞാൽ നമ്മുടെ വിഷൻ ഇതാണ്. ആ വിഷൻ പ്രിൻസിപ്പളിൽ എന്ത് സാഹചര്യം വന്നാലും മാറ്റം വരുത്തില്ല എന്നുള്ള ഒരു ദൃഢമായ വിശ്വാസം. ഞങ്ങൾ മുസ്ലിംസ് പറയും നെയ്യത്ത്. ഡോക്ടർ ഫസൽ ഗഫൂറിൻ്റെ ഫാദർ ഡോക്ടർ അബ്ദുൽ ഗഫൂർ രോഗികളെ പരിശോധിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മരിച്ചത്. അതേ ആഗ്രഹം തന്നെയാണ് എനിക്കുള്ളത്. ഡോക്ടർ താഹ സുബീർ കള്ളിയത്തിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് അദ്ദേഹത്തിൻ്റെ ഹ്യൂമിലിറ്റിയാണ്. അതുപോലെ തന്നെ അറിവ് ആർജിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ദാഹം, അതിലൊക്കെ ഉപരിയായിട്ട് അദ്ദേഹത്തിൻ്റെ പാഷൻ ഫോർ ദ ഹെൽത്ത്. പിന്നെ അദ്ദേഹം സ്വയം പ്രചോദിപ്പിക്കുക മാത്രമല്ല, ചുറ്റുവട്ടത്ത് കാണുന്ന എല്ലാവരെയും എല്ലാ വിധത്തിലും പ്രചോദിപ്പിക്കുന്നു. അപ്പോൾ എപ്പോഴും നമ്മളൊരു വെളിച്ചമായിട്ടായിരിക്കണം എല്ലായിടത്തും കടന്നു ചെല്ലാനായിട്ട്. നമുക്കിപ്പോൾ എക്സാമ്പിളായിട്ട് എടുക്കുകയാണെങ്കിൽ ഒരു വലിയ ഒരാല്, ആ ആല് ധാരാളം പക്ഷികൾക്ക് അഭയം കൊടുക്കുന്നു, പക്ഷികൾക്ക് ഭക്ഷണം കൊടുക്കുന്നു, അതിൻ്റെ തണലിൽ വസിക്കുന്ന അനേകം മൃഗങ്ങൾക്ക് അഭയം കൊടുക്കുന്നു. പക്ഷേ എങ്കിൽ പോലും വീണ്ടും ആല് പടർന്ന് വീണ്ടും കൂടുതൽ മൃഗങ്ങളെയും പക്ഷികളെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന രീതിയിൽ, അല്ലെങ്കിൽ തണൽ കൊടുക്കാൻ കഴിയുന്ന രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡോക്ടർ താഹയുടെ വളർച്ചയിൽ നമുക്ക് പ്രചോദനം ഉൾക്കൊള്ളാം. അദ്ദേഹം ഇനിയും വളരട്ടെ. അദ്ദേഹത്തിന് എല്ലാ ആശംസകളും നേരുന്നു. ടിപ്പ് ഓഫ് ദ വീക്ക്, ഫ്ലോറൻസ് ചാഡ്വിക് എന്ന് പറയുന്ന നീന്തൽ വിദഗ്ധ ഇംഗ്ലീഷ് ചാനലൊക്കെ നീന്തി കടന്ന ഒരു വനിതയാണ്. അവർ US കാലിഫോർണിയ തീരത്തുള്ള കാറ്റലീന ഐലൻഡിൽ നിന്ന് കാലിഫോർണിയ ഷോറിലേക്ക് നീന്താനായിട്ട് നല്ല തണുപ്പുള്ള ഒരുപാട് ഷാർക്കുകളുള്ള സമയത്ത് അവർ നീന്തൽ ആരംഭിച്ചു. കനത്ത മൂടൽമഞ്ഞിലും രക്തത്തെ പോലും കട്ടിയാക്കുന്ന തണുപ്പിൽ അവർ നീന്തി. ലോകം മുഴുവൻ ഇത് BBC-ലൂടെ എല്ലാ ചാനലിലൂടെ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ വനിത ഈ ഐലൻഡിൽ നിന്നും നീന്തി കരക്കെടുക്കുന്നത് ലോക ചരിത്രത്തിൽ ആദ്യമായി. അവർ നീന്തി തളർന്ന് അവസാനം 2 കൈ ഉയർത്തി ബോട്ട് അവരെ പൊക്കിയെടുത്തു. കനത്ത മൂടൽമഞ്ഞ് കാരണം മുന്നോട്ട് അവർക്ക് കാണാൻ കഴിയുന്നില്ല. പൊക്കിയെടുത്ത് കഴിഞ്ഞ് സ്വല്പം കഴിഞ്ഞ് അവരവിടെ നിന്ന് മഞ്ഞ് സ്വല്പം കുറഞ്ഞപ്പോൾ അവർ പൊട്ടിക്കരഞ്ഞു പോയി. കാരണം കഷ്ടിച്ച് ഒരു 100 മീറ്റർ മാത്രമേ കരയിലേക്കുണ്ടായിരുന്നുള്ളൂ. എന്തുകൊണ്ട് അവർക്ക് ആ ഉദ്യമത്തിൽ കരയ്ക്കെത്താൻ കഴിഞ്ഞില്ല, കര കാണാൻ അവർക്ക് കഴിഞ്ഞില്ല? അത്രയും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ഗോൾ. എപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്കൊരു പ്രചോദനമാണ്. ഹെൻറി ഫോർഡ് പറയുമായിരുന്നു, നിങ്ങൾ ലക്ഷ്യത്തിൽ നിന്നും കണ്ണെടുക്കുമ്പോഴാണ് നിങ്ങൾ തടസ്സങ്ങൾ കാണുന്നത്.
അപ്പോൾ എപ്പോഴും ലക്ഷ്യം തന്നെ കണ്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ, ലക്ഷ്യത്തിലേക്ക് മാത്രം നോക്കി ഫോക്കസ്ഡ് ആയിരുന്നാൽ ഏത് വിജയവും നമുക്ക് കൈവരിക്കാൻ കഴിയും. പല മഹാന്മാരുടെയും അനുഭവങ്ങളും ജീവിത വിജയത്തിൻ്റെ വഴിത്താരകളും ഉൾക്കൊണ്ട് സാധാരണക്കാരന് കോർപ്പറേറ്റ് ലെവൽ ചികിത്സ, നിർധനർക്ക് വേണ്ടി ചികിത്സാ സഹായം നൽകുക, തിരൂരിലെ സാധാരണ ജനങ്ങൾക്ക് വേണ്ടി ഒരു ഹൈടെക് ഹോസ്പിറ്റലാക്കി മാറ്റുക എന്നീ സ്വപ്നങ്ങൾ കാണുന്ന ഡോക്ടർ താഹ സുബൈർ കള്ളിയത്തിൻ്റെ സ്വപ്ന സാക്ഷാത്കാരങ്ങൾക്കായി നമുക്ക് ആശംസകളേകാം. അടുത്തയാഴ്ച ജീവിത വിജയത്തിന് മാതൃകയാക്കാവുന്ന മറ്റൊരു അതിഥിയുമായി ഡോക്ടർ പി വിജയനൊപ്പം റിയൽ ഹീറോസ്.